ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ കോട്ടയം നിസാന്റെ ഷോറൂമിലാണ് എത്തിയിരിക്കുന്നത്. മാഗ്നൈറ്റിന്റെ പുതിയ വേരിയൻസ് ഒക്കെ എത്തിയിട്ടുണ്ട്. ആ കാറുകളുടെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്നാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഒന്ന് നോക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ ഈ കാണുന്നതാണ് മാഗ്നൈറ്റിൻ്റെ ടെക്ന എന്ന് പറയുന്ന ഒരു വേരിയൻറ്റ്. ഫസ്റ്റ് നമുക്ക് അതിൻ്റെ ടെയിൽ ലാമ്പ് തന്നെ എടുത്ത് പറയാൻ പറ്റും. LED ടെയിൽ ലാമ്പ് വിത്ത് 3D ഹണികോം ഡിസൈൻ ആയിട്ടാണ് അവർ നൽകിയിട്ടുള്ളത്. ബാക്കിൽ മാഗ്നൈറ്റിൻ്റെ ബാഡ്ജിങ് ആണെങ്കിലും കൊടുത്തിട്ടുണ്ട്. ഒപ്പം റിയർ വൈപ്പർ, വാഷർ, ഡീഫോഗർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ടെയിൽ ലാമ്പിൻ്റെ സൈഡിലായിട്ട് ശ്രദ്ധിച്ച് നോക്കിയാൽ മാഗ്നൈറ്റ് എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് നമുക്ക് കാണാൻ കഴിയും. അതും ഈ ഒരു കാറിനെ കൂടുതൽ ആകർഷകമാക്കി മാറ്റുന്നുണ്ട്. മുകളിലോട്ട് നോക്കുമ്പോൾ ഒരു ഷാർക്ക് ഫിൻ ആൻറ്റിന, അതുപോലെ തന്നെ റൂഫ് റെയിൽ, ശക്തമായിട്ടുള്ള റൂഫ് റെയിലും ഇത് ഈ ഒരു മാഗ്നറ്റിൻ്റെ ഒരു എടുപ്പ് വർദ്ധിപ്പിക്കുന്നുണ്ട്. കൂട്ടുകാരെ, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ലെങ്ത് വരുമ്പോൾ 3994, വിഡ്ത്ത് 1758 mm, ഹൈറ്റ് 1572 mm, വീൽ ബേസ് 2500 mm ആണ് വരുന്നത്. ഗ്രൗണ്ട് ക്ലിയറൻസ് 205. അതുപോലെ സിട്രോൺ, ടാറ്റ, റെനോൾഡ്, ഹ്യുണ്ടായി, മാരുതി, കിയ, സ്കോഡ, ഹോണ്ട തുടങ്ങിയ കമ്പനികളുമായിട്ട് നിസാൻ കോമ്പറ്റീറ്റ് ചെയ്യുന്നത് ഈ ഒരു മാഗ്നൈറ്റ് എന്ന് പറയുന്ന ഒരൊറ്റ കാർ വെച്ചാണ്. അപ്പോഴേ നമുക്ക് ഈ ഒരു മാഗ്നൈറ്റിൻ്റെ റേഞ്ച് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കും. കാറിൻ്റെ എഞ്ചിനെക്കുറിച്ച് പറയുവാണെങ്കിൽ 1 ലിറ്ററിൻ്റെ ടെർബോ പെട്രോൾ എഞ്ചിനാണ്. ട്രാൻസ്മിഷൻ CVT-യും അതിൽ 5000 RPM 100 PS പവറും 2200 4400 RPM ഇടയിൽ 152 Nm ടോർക്കുമാണ് പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. LED ബൈ പ്രൊജക്ടർ ഓട്ടോ ലാമ്പ് വിത്ത് LED ലൈറ്റ് സേബർ ടേൺ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വേരിയന്റിൽ DR വരുമ്പോൾ അതും LED ആണ്. പിന്നെ നമുക്ക് നോക്കുമ്പോൾ ഒരു ഫോഗ് ലാമ്പ് വരുന്നുണ്ട്. അതുപോലെ ഫ്രണ്ടിലായിട്ട് നിസാന്റെ ബാഡ്ജിങ്ങിന് പുറമെ അതിന് താഴെയായിട്ട് ഒരു ക്യാമറയും കൂടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിലും ഈ ഒരു സെഗ്മെന്റിലും മറ്റ് കമ്പനികൾക്കൊപ്പം തന്നെ നിസാൻ മാഗ്നൈറ്റ് എന്ന ഒരൊറ്റ വേരിയന്റ് വെച്ച് ഇത്രയും ജനശ്രദ്ധ നേടാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് ഈ ഒരു കാറിന്റെ മേന്മ. ഇതാണ് ഇതിനെ മറ്റു കാറിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. നമ്മൾ മുന്നേ കണ്ടത് ടെക്നയാണെങ്കിൽ ഇനി കാണാൻ പോകുന്നതാണ് ടെക്ന പ്ലസ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുമ്പം ഇതിന്റെ ഇന്റീരിയർ തന്നെ നമുക്ക് പറയാൻ പറ്റും. ആ ഒരു ഡാഷ്ബോർഡ്, അതുപോലെ തന്നെ ഡോർ പാഡിലാണെങ്കിലും ഒരു ലെതർ ലെതർ ഫിനിഷിംഗ് ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത് ഇതിന്റെ അകത്തൊരു പ്രീമിയം ലുക്ക് നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. 4 ഡോറിലും പവർ വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെ ഒരു ബോട്ടിൽ സ്പേസ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. ലെതർ റാപ്പിഡ് സ്റ്റിയറിംഗ് വീലാണ് ഈ ഒരു ടെക്ന പ്ലസിൽ നൽകിയിട്ടുള്ളത്. അതിൽ സ്റ്റിയറിംഗ് മൗണ്ടഡ് ഓഡിയോ കൺട്രോൾ കൊടുത്തിട്ടുണ്ട്. നിസാന്റെ ബാഡ്ജിങ് ആണെങ്കിലും ഈ ഒരു സ്റ്റിയറിങ്ങിനെ ആകർഷകമാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് ടിൽറ്റ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ അടിഭാഗത്തൊരു സ്വിച്ച് ഉണ്ട്, അല്ല ലിവർ ഉണ്ട്. അത് ഒന്ന് താഴ്ത്തിയിട്ട് നമുക്ക് ഈ സ്റ്റിയറിങ്ങിൻ്റെ പൊസിഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റും. ക്ലസ്റ്റർ വരുമ്പോൾ 17 ഇഞ്ചിൻ്റെയാണ് ക്ലസ്റ്റർ ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഒരു ഡാർക്ക് തീമായിട്ടാണ് നമുക്കത് കാണാൻ കഴിയുന്നത്. അതിൽ നമുക്ക് ഡ്രൈവ്, ട്രിപ്പ് മീറ്റർ ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. ടയർ പ്രഷർ മോഡ് സിസ്റ്റം വരുന്നുണ്ട്. പിന്നെ ട്രിപ്പ് A, B, അതുപോലെ തന്നെ നമുക്ക് അടുത്തതായിട്ട് വരുന്നത് ഫ്യൂവൽ എക്കണോമി, അതൊക്കെയാണെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ അടുത്തതായിട്ട് വരുന്നത് ഈ രാത്രിയിലൊക്കെ കാർ ഓടിക്കുമ്പോൾ അതിന് നമുക്ക് ഭയങ്കരമായിട്ട് ബ്രൈറ്റ്നസ് ഉണ്ടെങ്കിൽ അതൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് ഡിമ്മിങ് കൺട്രോൾ നമുക്ക് സഹായമാകുന്നുണ്ട്. അതുപോലെ തന്നെ സർവീസ് ഇൻ്റർവെല്ലും ഇതിൽ കാണുന്നുണ്ട്. ഗ്ലോ ബോക്സ് വരുമ്പോൾ അതിൽ നമുക്ക് ഇലിമിനേറ്റിംഗ് ആയിട്ടുള്ളൊരു ഗ്ലോ ബോക്സ് ആണ്. അത്യാവശ്യം നല്ല കൂളും അതിൽ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് പിള്ളേരുടെ ഫുഡൊക്കെ ആണെങ്കിലും കേടാകാതെ അതിൽ സൂക്ഷിക്കാവുന്നതാണ്. കുറേ ദൂരെ യാത്രകളൊക്കെ പോകുമ്പോഴാണെങ്കിലും. അതിനൊപ്പം എടുത്തു പറയേണ്ട മറ്റൊരു ഘടകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഡാഷ്ബോർഡിന്റെ സൈഡിലൂടെ, അല്ലെ ഒരു ചെറിയ ഒരു വിടവിലൂടെ ചെറിയൊരു ആംബിയൻ ലൈറ്റനിങ്ങും കൂടെ കൊടുത്തിട്ടുണ്ട്. അതും ഈ ഒരു ഡാഷ്ബോർഡിനെ വളരെ അട്രാക്റ്റീവ് ആക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിന്റെ AC-നെ പറ്റി പറയുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ AC വരുന്നുണ്ട്. അതുപോലെ ഇതിൽ വേണമെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വയർലെസ് ചാർജിങ് കൊടുക്കാൻ പറ്റും. പിന്നെ USB ചാർജും പോർട്ടിങ് കൊടുത്തിട്ടുണ്ട്. അടുത്തതായി ടെക്ന പ്ലസിൽ എടുത്തു പറയേണ്ടത് ഫ്രണ്ട് ആംബ്രസ്റ്റും അതിൽ തന്നെ ഒരു സ്റ്റോറേജും നമുക്ക് നൽകിയിട്ടുണ്ട്. പിന്നെ ബാക്കിലോട്ട് നോക്കുമ്പോൾ സീറ്റ് 60-40 സ്പ്ലിറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ റിയർ ആംബ്രസ്റ്റ് വരുന്നുണ്ട്. അതിൽ മൊബൈൽ ഹോൾഡേഴ്സ്, കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. ടോട്ടലി ഒരു പ്രീമിയം ഫിനിഷിംഗ് ആണ് ടെക്ന പ്ലസിൽ നിസാൻ മാഗ്നൈറ്റ് ഒരുക്കിയിരിക്കുന്നത്. ബെസ്റ്റ് ഇൻ ദ സെഗ്മെന്റിൽ നല്ലൊരു
നീ റൂം സ്പേസ് അവർ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ ബാക്കിൽ USB ചാർജിംഗ് പോർട്ട്, റിയർ AC വെൻസ് ഇതെല്ലാം തന്നെ ഈ ഒരു കാറിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ ഫീച്ചറുകൾക്ക് പുറമെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാന ഘടകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ 6 എയർ ബാഗ് ആണ് വരുന്നത്. അതിൽ ഫ്രണ്ട് സീറ്റിൽ നിന്നാണെങ്കിലും അവർ എയർ ബാഗ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റിൻ്റെ സെഗ്മെൻറ്റിൽ പ്ലാസ്മ ക്ലസ്റ്റർ അയണൈസർ ഈ ഒരു മോഡലിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതെന്താണെന്ന് എൻ്റെ സുഹൃത്ത് നിസാനി വർക്ക് ചെയ്യുന്നുണ്ട്. ആളുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനായിട്ട് കൊടുത്തേക്കാം. പിന്നെ ആൾ എന്താണ് ഇതിനെപ്പറ്റി പറയാനുള്ളതെന്ന് നമുക്ക് നോക്കാം. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ എയർ ക്വാളിറ്റി എന്ന് പറയും. നമ്മൾ ശ്വസിക്കുന്ന എയറിനൊക്കെ ഒരു ക്വാളിറ്റി ഉണ്ട്. ഇപ്പൊ ഡൽഹിയിലെ ചൂട് ചൂടല്ല അല്ല പൊല്യൂഷൻ. പൊല്യൂഷനിലുള്ള എയർ ആണ് നമ്മൾ ശ്വസിക്കുന്നതെങ്കിൽ നമുക്ക് ഒരുപാട് രോഗങ്ങളും കാര്യങ്ങളും വരും. ഈ പ്ലാസ്മ ക്ലസ്റ്റർ അയണൈസറിന്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എയർ ക്വാളിറ്റിയെ നമ്മൾ മെഷർ ചെയ്യുന്നത് AQI എന്ന് പറയുന്ന ഒരു യൂണിറ്റിലാണ്. മനസ്സിലായോ? ഇപ്പൊ നീളം നമ്മൾ അടക്കുന്ന യൂണിറ്റ് മീറ്റർ, സെന്റിമീറ്റർ, കിലോമീറ്റർ ഒക്കെ അല്ലേ. അതുപോലെ ഈ എയറിന്റെ വായുവിന്റെ മലിനീകരണ തോത് നമ്മൾ അളക്കുന്നുണ്ടല്ലോ. എയർ ക്വാളിറ്റി ഇൻഡെക്സ് എന്ന് പറഞ്ഞ AQI 400 AQI 30 AQI 400 AQI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും മോശം എയറാ. ഏറ്റവും പൊല്യൂട്ടഡ് ആയിട്ടുള്ള എയറിൽ നിന്ന് 30 AQI എന്ന് പറയുമ്പോഴത്തേന് ഏറ്റവും ഫ്രഷ് എയർ, ഒരു ബെസ്റ്റ് ക്വാളിറ്റി എയർ ആണ് 30 AQI വരുന്നത്. ആ 400 AQI 30 AQI എത്താനായിട്ട് വെറും 20 മിനിറ്റ് മതി. നമുക്ക് ഈ ഫീച്ചർ ഉള്ളത് കൊണ്ട് മാത്രം. അതിന്റെ ഇതൊന്ന് സൂം ചെയ്തെടുത്തോ. ഇതാണ് അതിന്റെ ചിഹ്നം. അതാണ് പ്ലാസ്മ ക്ലസ്റ്റർ അയോണൈസർ. അതുകൊണ്ട് ഈ സാധനം ഇതെടുത്ത് വെച്ച് വായിച്ചാൽ മതി. ഫസ്റ്റ് ഇൻ ദ സെഗ്മെന്റ്, ഈ സെഗ്മെന്റിൽ ആദ്യമായിട്ട് ഇറക്കിയേക്കുന്ന പ്ലാസ്മ ക്ലസ്റ്റർ അയണൈസർ ബ്രീത്ത് ഫ്രീലി വിത്ത് ദ ഫസ്റ്റ് ഇൻ സെഗ്മെന്റ്. കേട്ടോ, 400 AQI 30 എത്താനായിട്ട് വെറും 20 മിനിറ്റ് മതി. 99% ബാക്ടീരിയയും എയർബോൺ മോൾഡും അലർജൻസും എല്ലാം മാറ്റും. പൊല്യൂട്ടഡ് എയറിനോട് ഗുഡ് ബൈ പറയാം. പൊടിയോടും നമുക്ക് താല്പര്യമില്ലാത്ത ഓർഡറുകളില്ലേ, മണങ്ങളൊക്കെ, അതും ഹാംഫുൾ പാത്തോജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഗാണുക്കളിൽ നിന്നും എല്ലാം നമുക്ക് ഈ സംഭവം ഉള്ള കാരണം കൊണ്ട് മ്യൂസിക് സിസ്റ്റം വരുമ്പം ആർക്കംസിൻ്റെ ഒരു 3D സൗണ്ട് ക്വാളിറ്റിയാണ് നമുക്ക് ഔട്ട്പുട്ടായിട്ട് ലഭിക്കുന്നത്. കൂട്ടുകാരെ, അപ്പോൾ നിങ്ങളൊരു മാഗ്നൈറ്റിൻ്റെ കാർ എടുക്കുകയാണെങ്കിൽ അതിൽ അഡീഷണൽ ആയിട്ട് ചെയ്തെടുക്കേണ്ട കുറച്ച് കാര്യങ്ങളും വരുന്നുണ്ട്. അത് ടെയിൽ ഗേറ്റ് എൻട്രി ഗാർഡ്, സൈഡ് സ്റ്റെപ്പ്, സ്പ്ലാഷ് ഗാർഡ്, പാഡിൽ ലാമ്പ്, LED മൂഡ് ലൈറ്റ്, എയർ പ്യൂരിഫയർ, വയർലെസ് ചാർജർ, JBL സ്പീക്കർ, LED സ്കപ്പ് ലൈറ്റ്, പിന്നെ ഡാഷ്ബോർഡ് ക്യാം. ഇതെല്ലാം തന്നെ ഈ ഒരു മാഗ്നൈറ്റിൻ്റെ കാറിനെ കൂടുതൽ മോഡിഫിക്കേഷൻ വരുത്തിയെടുക്കാൻ നമുക്ക് സഹായകമാകുന്നുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ ഈ കണ്ട് മനസ്സിലാക്കിയതാണ് കാറിന്റെ ഡീറ്റെയിൽസ്. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയേണ്ടവർക്കായിട്ട് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനായിട്ട് നമ്പർ കൊടുക്കാം ഷോറൂമിൽ. നിങ്ങൾ അതിലൊന്ന് കോൺടാക്ട് ചെയ്യുക. പിന്നെ ഈ കാർ ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുകയെങ്കിൽ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതലായിട്ട് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. കാർ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക ഡ്രൈവ് ചെയ്തിട്ട്. നിങ്ങളുടെ കൂട്ടുകാരെ അല്ല ബന്ധുക്കൾ ആരെങ്കിലും കാർ എടുക്കുന്നവരായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ഷെയറും കൂടെ ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എന്നെ മുൻപോട്ട് നയിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ പുതിയ കാറിന്റെ ഡീറ്റെയിൽസുമായിട്ട് വീണ്ടും കാണാം.